ബ്രൂവറി വിവാദത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. സഭയിൽ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകുക. രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് എക്സൈസ് മന്ത്രി എം ബി രാജേഷും വിശദീകരണം നൽകും. ഇന്ന് പിരിയുന്ന സഭ ഇടവേളയ്ക്കു ശേഷം ഫെബ്രുവരി 7-ന് ബഡ്ജറ്റ് അവതരണത്തിനായി വീണ്ടും ചേരും. നമുക്കൊപ്പം വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷിപാൽ. സംഭവബഹുലമായിരുന്നു ഒരു ചെറിയ കാലമാണെങ്കിലും നിയമസഭയുടെ ഈ കാലം. ഇനി 7-ാം തീയതിയാണ് സഭ ചേരുക. ബ്രൂവറി വിഷയം, പണിമുടക്ക് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂത്താട്ടുകുളത്തെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതൊക്കെയാണ് നിയമസഭയിൽ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറിയത്. ബ്രൂവറി വിഷയത്തിൽ ഇന്ന് മറുപടി പറഞ്ഞ് തൽക്കാലം വിവാദം അവസാനിപ്പിക്കാനായിരിക്കുമോ സർക്കാർ ശ്രമിക്കുക? പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടോ ഇന്ന്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അന്ന് ബ്രൂവറി വിഷയം ആളിക്കത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തതുകൊണ്ട് തന്നെ അതിവിടെ അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല. ഇന്നലെയും ബ്രൂവറി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. ഇന്നലെ അത് ചട്ടപ്രകാരം എഴുതി നൽകുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. ഇന്നലെ ബ്രൂവറി വിഷയം ഓരോ പ്രസംഗത്തിലും, നന്ദിപ്രമേയ ചർച്ചയിൽ, മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷങ്ങൾ ഈ ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആരോപണങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി പറയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ ബ്രൂവറിക്ക് പിന്നാലെ PPE കിറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട്. അതുകൊണ്ട് ഇത്തരം എല്ലാ വിഷയങ്ങളിലും ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ കൃത്യമായി പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം ഇന്നലെ രമേശ് ചെന്നിത്തല ചട്ടപ്രകാരം എഴുതി നൽകിയ അഴിമതി ആരോപണം മന്ത്രി എം ബി രാജേഷ് അതിന് വിശദീകരണം നൽകും. അതിനു പുറമെ ഇന്ന് ചോദ്യോത്തരവേള ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുകയാണ്. കഴിഞ്ഞ 3 ദിവസം സഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേള ഉണ്ടായിരുന്നില്ല. ഇന്ന് ചോദ്യോത്തരവേളയിൽ ആദ്യ ദിവസം തന്നെ ഒട്ടേറെ വിവാദ ചോദ്യങ്ങളുണ്ട്. ഒന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയത്, അങ്ങനെ തുടങ്ങിയ ചോദ്യക്കടലാസിൻ്റെ ചോർച്ച തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങളായി സഭയിലേക്ക് എത്തുന്നത്. ഏതായാലും അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അങ്ങനെ ഇന്നത്തോടെ ഈ ഗവർണറുടെ പ്രസംഗത്തിനുള്ള മറുപടി, നന്ദി പ്രമേയം ചർച്ച അവസാനിപ്പിക്കും. പക്ഷേ ഇനി ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷം ഇനി ബജറ്റ് 7-നാണ്. ബജറ്റ് സമ്മേളനം 7-ന് ഫെബ്രുവരിയിൽ അവസാനിച്ച് പിന്നീട് മാർച്ചിലാണ് തുടർ സമ്മേളനം നടക്കുക. മാർച്ച് ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും, അവധി ദിവസങ്ങൾ മാറ്റിവെച്ചാൽ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും സമ്മേളനമുണ്ട്. ഈ തവണ പ്രതിപക്ഷം നിരവധി വിഷയങ്ങൾ കൊണ്ടുവന്നെങ്കിലും ആളിക്കത്തിക്കാൻ അവർക്ക് പ്രധാന ആയുധമായി ലഭിച്ചത് ഈ ബ്രൂവറി തന്നെയാണ്. അതുകൊണ്ട് അരുൺകുമാർ, ബ്രൂവറി മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ചാൽ പോലും അവിടെ അവസാനിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്രൂവറി നുരയുന്നുണ്ട്, ബ്രൂവറി പതയുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്താകുമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു കോക്ടെയിലായിട്ട് മാറുമോ ഇന്നത്തെ ചർച്ച എന്നുള്ളതാണ്. ഏതായാലും എം ബി രാജേഷ് അതിൽ മറുപടി പറയും. മുഖ്യമന്ത്രിയും അക്കാര്യം പരാമർശിച്ചു പോകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് എം ബി രാജേഷ് ഇന്ന് സഭയിൽ എന്തു മറുപടി പറയും എന്നതാണ് നമ്മൾക്ക് അറിയേണ്ടത്.